പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ ജൂൺ മാസം 30 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 2ാം ദിനത്തിൽ നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ, സ്തുതിക്കുവാൻ, കർത്താവിന് മഹത്വം കരയറ്റുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഇന്നോർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തിയത്. നമ്മുടെ യാത്രകളിൽ കൂടെയിരുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ യാത്രകളിൽ കൂടെയിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവർ യാത്ര ചെയ്തപ്പോൾ കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നു. അനർത്ഥങ്ങളൊന്നും ഭവിക്കുവാൻ അനുവദിക്കാതെ ചിറകിൻ്റെ മറവിൽ കഴിഞ്ഞ ദിവസം നമ്മളെ മറച്ചു. അതിനായിട്ട് കരമുയർത്തി സ്തോത്രം പറയാം. സ്തോത്രം 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 സ്തോത്രം. പോയ രാത്രിയിലും നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചു. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപ പോയ രാത്രി നമ്മളോടുകൂടെ ഉണ്ടായിരുന്നു. തന്ന ദൈവ സാന്നിധ്യം തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാൻ, നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചതിന് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ചില്ലേ, അതിനായിട്ട് കരം ഉയർത്തി നമുക്ക് സ്തോത്രം പറഞ്ഞ് കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ എന്നെ ആരോഗ്യത്തോടെ എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, കർത്താവ് എന്നെ താങ്ങിയതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. എത്ര പേര് ആ വാക്ക് പറയുന്നത്? ഞാൻ കിടന്നുറങ്ങി, കർത്താവിനെ താങ്ങി, അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റു. എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ് ഞാൻ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റിരിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ദാനമാണ് ഞാൻ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റിരിക്കുന്നത്. ആ വൻ കൃപയ്ക്കായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂൺ മാസം 30 6 മാസം കർത്താവിൻ്റെ പരിപാലനം നമ്മൾ അനുഭവിച്ചു. ദൈവിക കൃപയിൽ നമ്മളെ സൂക്ഷിച്ചു. ആമേൻ. പല വിധത്തിലുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയെങ്കിലും കർത്താവ് അതിൻ്റെ നടുവിൽ നമ്മളെ അത്ഭുതകരമായി നടത്തി. തൻ്റെ ചിറക് വിടർത്തി അതിൻ്റെ അടിയിൽ നമ്മളെ ഒളിപ്പിച്ചു വെച്ചു. ഒന്നിനും മുട്ടുവരുവാൻ സമ്മതിക്കാതെ, ദോഷം വരുവാൻ സമ്മതിക്കാതെ, തിന്മ തൊടുവാൻ അനുവദിക്കാതെ കഴിഞ്ഞ 6 മാസക്കാലം കർത്താവ് നമ്മളെ പരിപാലിച്ചത് ഓർത്ത് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട്, കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് കർത്താവെ 6 മാസക്കാലം അത്ഭുതകരമായി നടത്തിയതിന് കർത്താവിന് നന്ദി, കർത്താവിന് സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി പറയുന്നു. ആമേൻ. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കഴിഞ്ഞ 6 മാസം അത്ഭുതകരമായി നടത്തിയില്ലേ? ആമേൻ. കരം ഉയർത്തി പറ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്നവനെ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവനെ, കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ വൈരിയുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവനെ, ആ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ സകല ജനത്തിനും ആഹാരം കൊടുക്കുന്നവനെ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. കരമുയർത്തി പറ, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. നമ്മളെ ഓർത്ത് കർത്താവ് നമ്മളെ ഓർത്ത് പരിപാലിച്ചു, അനുഗ്രഹിച്ചു, സൂക്ഷിച്ചു. ഒന്നിനും കുറവില്ലാതെ 6 മാസക്കാലം കർത്താവ് നടത്തി. എല്ലാത്തിനും നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. പിതാവേ, ഞങ്ങൾ നന്ദി പറയുന്നു. ഈ 30 ഞങ്ങൾക്ക് സ്തോത്രമല്ലാതെ ഒന്നുമില്ലപ്പാ, നന്ദിയല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. എൻ്റെ അപ്പൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം, കരുണയ്ക്കായിട്ട് സ്തോത്രം, കൃപയ്ക്കായിട്ട് സ്തോത്രം. കൈപിടിച്ച് ഞങ്ങളെ നടത്തിയ കർത്താവിൻ്റെ സ്നേഹമോർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അപ്പേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അപ്പേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ 6 മാസക്കാലം മുടങ്ങാതെ മോർണിംഗ് മെസ്സേജ് പറയുവാൻ കർത്താവ് കൃപ തന്നു. കർത്താവെ, അതിന് കേൾവിക്കാരെ കർത്താവ് ഒരുക്കി തന്നു. ഓരോരുത്തരുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു, ദൈവിക ഇടപെടലുകൾ കൊടുത്തു. എല്ലാത്തിനും സ്തോത്രം 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 സ്തോത്രം. അപ്പ ഇന്നും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായിട്ട് പ്രാർത്ഥിക്കും. ഓരോരുത്തരുടെ മേലും പ്രത്യേകമായ കൃപകളെ പകരണമേ. കർത്താവെ, അടുത്ത 6 മാസം ഓടുവാൻ ആവശ്യമായ ദൈവത്തിൻ്റെ കൃപ തൻ്റെ മക്കളുടെ മേൽ പകരണമേ. കർത്താവെ, അവൻ ശാരീരികമായി യേശുവിൻ നാമത്തിൽ അവരെ ബലപ്പെടുത്തണമേ. അതുപോലെ ആത്മീകമായ ഒരു വളർച്ച അവർക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. മാനസികമായി ഒരു സ്വസ്ഥതയും വളർച്ചയും അവർക്കുണ്ടാകട്ടെ. കർത്താവെ, ഫൈനാൻഷ്യൽ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. എല്ലാ ബന്ധങ്ങളെയും ശക്തീകരിച്ചു കൊടുക്കണമേ. ദൈവകൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണമേ. ഈ പുതിയ കർത്താവെ, ഈ മാസത്തിൻ്റെ അവസാന ദിവസം ഞങ്ങൾ ഒരിക്കലൂടെ അങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ ജാനുവരി മാസം അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഫെബ്രുവരി മാസം
അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. മാർച്ച് മാസം അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഏപ്രിൽ മാസം അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. മെയ് മാസം ശ്രേഷ്ഠമായി നടത്തിയതിന് സ്തോത്രം. ആമേൻ. ജൂൺ മാസവും കർത്താവ് ഞങ്ങളെ ശ്രേഷ്ഠമായി നടത്തി. ഇന്ന് ഞങ്ങൾ ലാസ്റ്റ് ഡേയിൽ നിൽക്കുമ്പോൾ കർത്താവിന് സ്തോത്രം. തന്ന ആരോഗ്യത്തിനും തന്ന ആയുസ്സിനും തന്ന സൗഖ്യത്തിനും തന്ന സമാധാനത്തിനും തന്ന സ്വസ്ഥതയ്ക്കും എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇനി നടത്തുവാൻ അങ്ങ് മതിയായവനാകിയാൽ സ്തോത്രം. കർത്താവിൻ്റെ നാമം ഞങ്ങളുടെ മഹത്വപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ 30-ാമത്തെ ദിവസം, ഈ 6-ാം മാസത്തിന് 30-ാം ദിവസം പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും സ്തുതിക്കും പ്രാധാന്യം കൊടുക്കുക. കാരണം കഴിഞ്ഞ 6 മാസക്കാലം കർത്താവ് നമ്മളെ പരിപാലിച്ചു. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയും ഉപവാസമൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കർത്താവിന് അല്പസമയം കർത്താവിനോട് കൂടുതൽ അടുത്തിരിക്കുവാൻ, കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, കൂടുതൽ കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ അവസരമാണ് ഈ പ്രാർത്ഥനയും ഉപവാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ഇരുന്ന് പ്രാർത്ഥിക്കുക, സ്തോത്രം പറയുക. വൈകിട്ട് നമുക്ക് ഇന്ത്യൻ സമയം 9:30 മീറ്റിംഗ് ആരംഭിക്കുക. എല്ലാവരും ആലയത്തിൽ വന്ന് കർത്താവിനെ സ്തുതിക്കുക. കർത്താവ് നിങ്ങളെ നടത്തി, കർത്താവ് നിങ്ങളെ പരിപാലിച്ചു, കർത്താവ് നിങ്ങളെ സൂക്ഷിച്ചു. ഇത് ഒരു ഒരുക്കത്തിൻ്റെ സമയമാണ്. അടുത്തൊരു 6 മാസത്തേക്കുള്ള ഒരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ്റെ സമയമാണ്. കഴിഞ്ഞ 6 മാസം നടത്തി അടുത്തൊരു 6 മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആമേൻ, അതൊരു ഒരുക്കത്തോടുകൂടെ കയറുവാനാണ് ഈ പ്രാർത്ഥനയും ഉപവാസമൊക്കെ ക്രമീകരിച്ചിരിക്കുക. അതുകൊണ്ട് ഉപവസിക്കുക, കർത്താവിനോടുകൂടെ വസിക്കുക. പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവവചനം ധ്യാനിച്ചും ദൈവത്തിന് സ്തോത്രം ചെയ്തുമൊക്കെ കർത്താവിൻ്റെ കൂടെ വസിക്കുക. ആ ഒരു അനുഭവം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നുണ്ടാകട്ടെ. ജോഷുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, അതിൻ്റെ അവസാന വാക്യം യോശുവ ഇങ്ങനെ പറഞ്ഞു: ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആമേൻ. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഈ 2026-ൻ്റെ അവസാനത്തെ 6 മാസത്തിൽ നമുക്ക് ചില തീരുമാനങ്ങളോടുകൂടെ വേണം പ്രവേശിക്കുവാൻ. കർത്താവേ, കഴിഞ്ഞ 6 മാസത്തേക്കാൾ അധികമായ ആത്മീക അനുഭവങ്ങൾ എനിക്ക് പ്രാപിക്കണം. കഴിഞ്ഞ 6 മാസം അനുഭവിച്ചതിലും അധികമായ ആത്മീക സന്തോഷം എനിക്ക് അനുഭവിക്കണം. ആത്മീക സംതൃപ്തി എനിക്ക് അനുഭവിക്കണം. ആമേൻ. ദൈവിക നന്മകളിൽ എനിക്ക് ജീവിക്കണം. ദൈവിക കൃപകളെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം. അത് നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു ആഗ്രഹമായിരിക്കണം. ആമേൻ, ആമേൻ, ആമേൻ. കാരണം നമുക്കിന്ന് കഴിഞ്ഞ 6 മാസം പോയ നിലവാരത്തിൽ വേണമെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതോ അതിലും ശ്രേഷ്ഠമായിട്ട് പോകണോ, അത് നമ്മളാ തീരുമാനിക്കട്ടെ. അപ്പോൾ കർത്താവിനോട് നമ്മൾ കൂടുതൽ അടുത്തിരിക്കുമ്പോൾ ശ്രേഷ്ഠമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. കർത്താവുമായിട്ട് പറ്റിയിരിക്കുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ഒക്കെ നമ്മൾ ആഗ്രഹിച്ചാൽ ആമേൻ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരും. ആമേൻ. നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് വളരണം, ഉയർച്ച പ്രാപിക്കണം, നന്മ പ്രാപിക്കണം, ശക്തരാകണം, ഉണർവ് കാണണം, മാറ്റങ്ങൾ ഉണ്ടാകണം. ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളാണ്. പക്ഷേ ആഗ്രഹം മാത്രം പോരാ, നമ്മൾ ചില തീരുമാനങ്ങളിലൂടെ ഇന്നെടുക്കണം. കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ, കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, കൂടുതൽ ഉപവസിക്കുവാൻ, കൂടുതൽ വിശുദ്ധിയിൽ ജീവിപ്പാൻ, കൂടുതലായി കർത്താവിനോട് അടുത്ത് നിൽക്കുവാൻ നമ്മളൊരു തീരുമാനമോടെ എടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആമേൻ ആഗ്രഹത്തെ സാക്ഷാത്കരിക്കാൻ പറ്റും. ആഗ്രഹം മാത്രമുണ്ടായാൽ പോരാ, ആഗ്രഹത്തോടൊപ്പം നമുക്ക് തീരുമാനമുണ്ടാകണം. ഡിസയർ പ്ലസ് ഡിസിഷൻ ഈസ് ഈക്വൽ ടു മാനിഫെസ്റ്റേഷൻ. ആഗ്രഹം വേണം, അതോടൊപ്പം തീരുമാനങ്ങൾ വേണം. അങ്ങനെ വരുമ്പോഴാണ് അതിൻ്റെ പൂർത്തീകരണങ്ങൾ ഉണ്ടാകുന്നത്. ആഗ്രഹമുണ്ട്, പക്ഷേ തീരുമാനമൊന്നും എടുക്കുന്നില്ലെങ്കിൽ എന്ത് പറ്റും? ഡിസപ്പോയിൻമെൻറ്റ്. നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായി, ഒന്നും നടന്നില്ല എന്നൊരു ചിന്ത വരും. എന്നാൽ നമുക്കിന്ന് പ്രഭാതത്തിൽ അവൻ അടുത്ത 6 മാസം ഗ്ലോറിയസ് ആയിട്ട് മുന്നേറണം. ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നത് അത് നമുക്കറിയത്തില്ല. പലതും സംഭവിക്കാം, പല പ്രശ്നങ്ങളുണ്ടാകാം, പല രീതിയിലുള്ള അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകാം. പക്ഷേ ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാ നിലയിലും കരുതുന്നത് കർത്താവ്, നമ്മുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കുന്നത് കർത്താവ്, നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കർത്താവ്, നമ്മുടെ എല്ലാ സോഴ്സും കർത്താവിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 6 മാസക്കാലം ഏറ്റവും ശ്രേഷ്ഠമായി തീരണം നമ്മൾ ആഗ്രഹിക്കും. ക്രിസ്തുവിലുള്ള ജീവിതം ശ്രേഷ്ഠമാണ്, ക്രിസ്തുവിലുള്ള ജീവിതം അനുഗ്രഹമാണ്, ക്രിസ്തുവിലുള്ള ജീവിതം സന്തോഷപൂർണ്ണമാണ്. അപ്പോൾ അത് കർത്താവിനോട് അടുത്തിരിക്കുവാൻ നമ്മളൊരു തീരുമാനമെടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ തീരുമാനം ഇതായിരിക്കണം: അടുത്ത 6 മാസം കഴിഞ്ഞ 6 മാസത്തേക്കാൾ അധികമായി കർത്താവിനോടുകൂടെ ഞാൻ സമയം ചിലവിടും, കൂടുതൽ സമയം പ്രാർത്ഥിക്കും, കൂടുതൽ സമയം ദൈവവചനം ധ്യാനിക്കും. അതൊരു ഡിസിഷൻ ആയിരിക്കണം. അത് ആമേൻ, ആ ഡിസിഷനിൽ നമ്മൾ നിലനിൽക്കണം. എല്ലാവരും ജനുവരി 1 തീരുമാനം എടുക്കും, 2-ാം തീയതി 3-ാം തീയതി മാനേജ് ചെയ്യും, 4-ാം തീയതി അതങ്ങ് മറന്നു പോകും. അങ്ങനെ ആകരുത്. കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. എടുത്ത തീരുമാനത്തിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് എൻ്റെ ഭാരം കുറയ്ക്കണം, എനിക്ക് നല്ല മസ്കുലർ ബോഡി ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടായാൽ പോരാ, എനിക്ക് തീരുമാനം ഉണ്ടാകണം. ആ തീരുമാനപ്രകാരം ഞാൻ എക്സസൈസ് ചെയ്യുകയും ഫുഡ് കൺട്രോൾ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? എനിക്ക് ആ നിലവാരത്തിൽ ജീവിക്കാൻ പറ്റുന്നത്. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കൊരു തീരുമാനം എടുക്കണം. അടുത്ത 6 മാസം എൻ്റെ ലൈഫ് ഗ്ലോറിയസ് ആയിരിക്കും, എൻ്റെ കുടുംബം അനുഗ്രഹമായി പോകണം.
ആമേൻ. കഴിഞ്ഞ 6 മാസത്തേക്കാൾ ശ്രേഷ്ഠമായി എനിക്ക് ജീവിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത് വേണ്ടത് നമുക്ക് ഒരു സ്പിരിച്വൽ ഡിസിഷൻ. എനിക്ക് കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും അവൻ കർത്താവിനോട് കൂടുതൽ അടുത്തിരിക്കുവാനും ഞാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് ടേക്ക് യുവർ സ്റ്റെപ്പ്. അപ്പം നമ്മളൊരു ഡിസിഷൻ ആക്കി അത് എഴുതി വെച്ചു, ദിവസവും അത് മെയിൻറ്റെയിൻ ചെയ്യുക. 2, ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ഈ വർഷം ഇനിയുള്ള ദിവസങ്ങളിൽ മുടക്കത്തില്ല. കുടുംബമായി ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കും. 3, കൂടുതലായി ദൈവിക വിശുദ്ധിയിലും ആത്മാവിൻ്റെ നിറവിലും ജീവിക്കണം. അമേൻ. ഒരു രീതിയിലും യാതൊരു വിധത്തിലുള്ള ഒരു കോംപ്രമൈസ് ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആമേൻ. പിശാചിന് ഇടം കൊടുക്കുന്നതായി ഒന്നും തന്നെ നമ്മളിൽ ഉണ്ടാകാതെ വളരെ സിൻസിയറായിട്ട് ദൈവത്തിന് പ്രസാദം വണ്ണം ഇനിയുള്ള കാര്യങ്ങൾ ജീവിക്കുമെന്നൊരു തീരുമാനം, അതിനുവേണ്ടി നമ്മൾ കാലെടുത്ത് വെക്കുക. ഈ 3 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. 1, ആമേൻ, കൂടുതൽ സമയം ദൈവത്തോടു കൂടെ ഇരിപ്പാൻ, പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ഞാൻ ടൈം സ്പെൻഡ് ചെയ്യും. അതൊരു ഡിസിഷനായിട്ട് എടുക്കണം. ഇത്ര സമയം ഞാൻ എടുക്കും. അത് മെയിൻറ്റെയിൻ ചെയ്യണം. 6 മാസവും മെയിൻറ്റെയിൻ ചെയ്യണം. 2, ആമേൻ, ഞങ്ങളുടെ ഫാമിലി പ്രെയർ അത് ഞാൻ മുടക്കാതെ സൂക്ഷിക്കും. 3, എൻ്റെ ജീവിതം എങ്ങനെ ആയിരിക്കണം? വിശുദ്ധമായിരിക്കും, ദൈവത്തിന് പ്രസാദകരമായിരിക്കും. അങ്ങനൊരു തീരുമാനമെടുത്ത് ഈ പുതിയ മാസത്തിലേക്ക് നമ്മൾ നാളെ പ്രവേശിക്കുമ്പോൾ അങ്ങനെ ഒന്ന് തീരുമാനിച്ചുകൊണ്ട് കയറിക്കുക. പ്രിയപ്പെട്ടവരെ, വലിയ കാര്യങ്ങൾ അടുത്ത 6 മാസക്കാലം നിങ്ങൾക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ 6 മാസം കാണാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട 6 മാസക്കാലമായി നിങ്ങളുടെ ജീവിതം മാറിക്കോളും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ തന്ന് നിങ്ങളെ കർത്താവ് സൂക്ഷിക്കട്ടെ. നിങ്ങൾ മുഖാന്തരം കർത്താവിൻ്റെ രാജ്യം വളരും. അവൻ നിങ്ങൾ മുഖാന്തരം നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു അനുഗ്രഹം ഉണ്ടാകും. നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ സഭയ്ക്കും നിങ്ങളുടെ ദേശത്തിനും അനുഗ്രഹമായി തീരും. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുക, തീരുമാനങ്ങളിൽ നിലനിൽക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി പറ, കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ പറയാം. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.